നിശബ്ദമായി സ്വപ്നം കാണുന്നവർക്ക്. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും, ഞാൻ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്താ? എൻ്റെ ജീവിതം എപ്പോൾ ശരിയാകും? എനിക്കെന്താണ് ഇങ്ങനെയൊക്കെ? മറ്റുള്ളവർ വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്ത് നേടിയെന്നാലോചിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനാ ഓരോന്നാലോചിച്ച് സമയം കളയുന്നത്? നമ്മൾ സ്വന്തം പരാജയങ്ങൾ ആരോടും തുറന്നു പറയരുത്. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ വേണം കണ്ടെത്താൻ. പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമാണുള്ളത്? മറ്റുള്ളവരുടെ പ്രചോദനമില്ലാതെ, ആശ്വാസ വാക്കുകളില്ലാതെ അതൊക്കെ വേദനയുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരവസ്ഥ നമുക്ക് ശക്തി തരും. ജീവിതം നമ്മളെ ഒരുപാട് തവണ തോൽപ്പിക്കും. പരീക്ഷയിൽ, ബന്ധങ്ങളിൽ, സാമ്പത്തിക മേഖലയിൽ, ആത്മവിശ്വാസത്തിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ തോൽവികൾ ഏറ്റുവാങ്ങാറുണ്ട്. അപ്പോൾ ലോകം നമ്മളോട് പറയും, ഇത് നിന്നെ കൊണ്ട് പറ്റില്ല, വിട്ടേക്ക്. പക്ഷേ അപ്പോൾ നിന്റെ മനസ്സ് നിന്നോട് മാത്രമായി ഒരു സ്വകാര്യം പറയും, ഒരിക്കലും പിന്മാറരുത്, നിന്നെക്കൊണ്ട് പറ്റും, ഇനിയും ശ്രമിക്കണം. നമ്മുടെ മനസ്സ് നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ കേൾക്കാതിരിക്കുന്നവരാണ് ജീവിതത്തിൽ തോറ്റുപോകുന്നത്. വിജയം എല്ലാവർക്കും ഒരേ സമയം വരില്ല. ചിലർക്ക് വളരെ പെട്ടെന്നായിരിക്കും വിജയം കൈവരിക്കാൻ പറ്റുന്നത്. എന്നാൽ മറ്റു ചിലർക്കൊക്കെ പരാജയം മാത്രം. പക്ഷേ പരാജയപ്പെടുന്നവർ ഒന്ന് മനസ്സ് വെച്ച് മുന്നിട്ടിറങ്ങിയാൽ വൈകിയാണെങ്കിലും അവരുടെ വിജയം അതൊരൊന്നൊന്നര വിജയമായിരിക്കും. ആ വിജയത്തിന് അവർ ഒരുപാട് മൂല്യം കൊടുക്കും. കാരണം എന്താണെന്നോ? പരാജയപ്പെട്ട നിമിഷം അവർ അനുഭവിച്ച വേദന, കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടലുകൾ, ഉറക്കമില്ലാതെ വിജയത്തിനായി പരിശ്രമിച്ച രാത്രികൾ. അപ്പോൾ പിന്നെ വിജയിക്കുമ്പോൾ അവർ ആ വിജയത്തെ എത്ര മഹത്വത്തോടെയായിരിക്കും കാണുക. അതുകൊണ്ട് പരാജയപ്പെടുമ്പോൾ ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് കരുതുക. ഇതിനേക്കാൾ മനോഹരമായ വിജയം എനിക്കായി കാത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഇന്ന് നീ അവഗണിക്കപ്പെട്ടുവെങ്കിൽ നാളെ നീ ബഹുമാന്യനാകാം. എപ്പോഴും മനസ്സിൽ ഒരു കാര്യം ഓർക്കുക, നിശബ്ദത പരാജയത്തിൻ്റെ അടയാളമല്ല, അത് തയ്യാറെടുപ്പിൻ്റെ അടയാളമാണ്. നീ നിശബ്ദമായി സ്വപ്നം കാണൂ, നിശബ്ദമായി പരിശ്രമിക്കൂ, വിശ്വസിക്കുക, വിജയത്തിനായി കാത്തിരിക്കുക. വിജയം നിന്നെ തേടി വരും.